കാസർഗോഡ് തിക്കരിപ്പൂർ തങ്കയം സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ വിവേചനമെന്ന് പരാതി. ഇന്നലെ രാത്രി ആശുപത്രിയിലെത്തിയ രോഗിയായ പെൺകുട്ടിയെ OP സമയം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി ചികിത്സ നൽകാതെ തിരിച്ചയച്ചു. തൊട്ടു പിന്നാലെ എത്തിയ മറ്റൊരു രോഗിയെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. സംഭവത്തിൽ വാർഡ് മെമ്പർ ആശുപത്രി അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ തങ്കയം താലൂക്ക് ഹോസ്പിറ്റലിൽ രാത്രി ചികിത്സ തേടിയെത്തിയ 2 പേരിൽ ഒരാൾക്ക് ചികിത്സ നൽകുകയും അതോടൊപ്പം മറ്റൊരു കുട്ടിയെ ചികിത്സ നൽകാതെ ഇവിടുന്ന് ആട്ടി അയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ശ്വാസമുട്ടുമായിട്ട് വന്ന ആ കുട്ടിയെ ഒരു അമ്മയും കുട്ടിയും ഇവിടുന്ന് തിരിച്ചയച്ച് 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പയ്യന്നൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് രാത്രി 11 മണിക്ക് ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇവിടെ ഒരേ സമയം 2 പേരെ തിരിച്ചയച്ച് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ വിഷയമില്ല. പക്ഷേ ഡോക്ടർ ഉണ്ടായിരിക്കെ ഒരാളെ ഇവിടെ ചികിത്സ നൽകുകയും മറ്റൊരാളെ ചികിത്സ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ ഒരു ധാർഷ്ട്യത്തെ, ഈ ഒരു സ്റ്റാഫ് ജീവനക്കാരൻ്റെ ഈ ഒരു ധാർഷ്ട്യത്തെ നമ്മൾ തുറന്നു കാട്ടുകയും അദ്ദേഹത്തിനെതിരെ നമ്മുടെ ആരോഗ്യമന്ത്രിക്കും DMOക്കും ഇവിടെയുള്ള മെഡിക്കൽ ഓഫീസർക്കും ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പ്രദീപ് നാരായണൻ വിവരങ്ങളുമായി. പ്രദീപ്, ഇതിൽ വിവേചനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണല്ലോ പരാതി. നമ്മൾ ആശുപത്രി അധികൃതരോട് ചോദിച്ചോ എന്താണ് സംഭവിച്ചത് എന്ന്? അവരുടെ വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? അനുജ, അസിത, തീർച്ചയായും അത്തരം തന്നെയാണ് ഒരു വിവേചനം കാണിച്ചു എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ DMO ഇത് സംബന്ധിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഫോൺ ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ പരാതി ഗൗരവമുള്ള പരാതിയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് തൃക്കരിപ്പൂർ വടക്കമ്പാട് സ്വദേശിയായ 10 വയസ്സുകാരിയെ കടുത്ത ശ്വാസം മുട്ടലും പനിയും ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി 10:40 തൃക്കരിപ്പൂർ തങ്കയത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അപ്പോൾ അവിടുത്തെ ജീവനക്കാരൻ ഡോക്ടറിൽ OP സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നു. അതേസമയം തൊട്ടു പിന്നാലെ എത്തിയ മറ്റൊരു രോഗിക്ക് ചികിത്സ നൽകുന്നു. കടുത്ത വിവേചനം നേരിട്ടതിനെ തുടർന്ന് പിന്നീട് 7 കിലോമീറ്റർ അപ്പുറമുള്ള പയ്യന്നൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ കുട്ടിക്ക് ചികിത്സ നൽകുന്നത്. അതായത് നമ്മുടെ ആരോഗ്യ രംഗം എത്ര മികച്ചതാണെന്ന് പറയുമ്പോൾ 24 മണിക്കൂർ സേവനം ലഭ്യമാകേണ്ടുന്ന താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു അവഗണന നേരിട്ടത്. ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്ത് ഈ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കുട്ടിയുടെ നില ഗുരുതരമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ പയ്യന്നൂരിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കി. എന്തായാലും ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അംഗം ഫായിസ് DMOയ്ക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ചികിത്സ നിഷേധം സംബന്ധിച്ച് ഈ മാതാവ് തന്നെ ഒരു ദൃശ്യം പകർത്തിയിട്ടുണ്ട്. അവരെ ഡോക്ടറില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ച ശേഷം മറ്റൊരു രോഗിയെ പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യം ഈ മാതാവ് തന്നെ മൊബൈലിൽ പകർത്തി നൽകിയിട്ടുണ്ട്. അതിൽ വ്യക്തമാണ് കൃത്യമായ എല്ലാ പരിശോധനയും അവിടെ ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ഒരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. തീർച്ചയായും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഡോക്ടർ ഉണ്ടെങ്കിൽ യഥാസമയം ചികിത്സ ലഭ്യമാക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ലഭ്യമാക്കണം. പക്ഷേ തൃക്കരിപ്പൂരിൽ ഒരു വിവേചനം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അനുജ, അസിത, അതാണ് താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിൽ കൃത്യം ദൃശ്യങ്ങൾ ഉൾപ്പെടെയുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.